ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം തിരിച്ചടിക്കുമെന്ന ഇറാൻ. സംഘർഷത്തിന് അയവില്ല എന്ന് സൂചകമാക്കുന്ന ഒട്ടേറെ വാർത്തകളാണ് വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുഹൈൽ മുഹമ്മദ് ചേരുന്നു. സുഹൈൽ, എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ഈ ആശങ്കയ്ക്ക് കൂടുതൽ സ്ഥിരീകരിക്കുകയാണ്. ആശങ്കകൾക്ക് എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? സൂര്യശ്രീ, ഏപ്രിൽ 5 വരെ ഇത്തരത്തിൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ പോലെ അരക് ആണവ കേന്ദ്രത്തിന് ആക്രമണം ഉണ്ടാകുന്നത്. അരക് ഈ പറഞ്ഞതുപോലെ ആണവ കേന്ദ്രത്തിന് അപ്പുറത്തേക്ക് ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന വാട്ടർ പ്ലാന്റുകളുള്ള ഒരു ഇടമാണ്. അപ്പോൾ ഘട്ടം ഘട്ടമായി ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉതകുന്ന പ്ലൂട്ടോണിയം, യുറേനിയം, വെള്ളമടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ എത്തിക്കുന്ന പ്ലാന്റുകളിലേക്ക് ആക്രമണം നടത്തുന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ അമേരിക്ക സംയുക്തമായി നടത്തിയ ആക്രമണം എന്നുള്ളതാണ്. അതായത് അമേരിക്ക ഒരു ഭാഗത്ത് വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രയേലുമായി ചേർന്ന് ഒരു ആക്രമണം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഈ ഘട്ടത്തിൽ ഇറാൻ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സമാധാന ചർച്ചകളും ആർബിട്രേഷനും ഒക്കെ നടക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയുടെ ഈ പ്രഖ്യാപനം അത് വെറും പ്രഖ്യാപനം, വാക്കുകൾ മാത്രമാകുന്ന ആരോപണം കൂടിയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇറാൻ ഉയർത്തുന്നത്. ഇതിന് പുറമെ എസ്ഫഹാനിലും മുബാറക്കിലും അടക്കമുള്ള ഉരുക്കു നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം നടന്നുവെന്ന അനൌദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് എണ്ണയും പാചകവാതവും കഴിഞ്ഞ ഏറ്റവും വലിയ സമ്പത്ത് രാജ്യത്തിന് നൽകുന്ന ഉരുക്കാണ്. ഈ ഉരുക്ക് നിർമ്മാണ കേന്ദ്രത്തിൽ അടക്കമുള്ള ആക്രമണത്തെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി തന്നെയാണ് ഇറാൻ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന അതേ തീവ്രതയിൽ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇറാൻ ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതായത് ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ G7 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ട്രംപ് പറഞ്ഞ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 5 വരെ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇസ്രയേൽ ആക്രമണം കനിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ ആക്രമണം അത് ഇസ്രയേൽ ഒറ്റയ്ക്ക് നടത്തുന്നതല്ല, അമേരിക്കയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗുരുതരമായ പ്രത്യാരോപണം ഇറാൻ നടത്തുമ്പോൾ സമാധാനം ഉടൻ ഉണ്ടാകുമില്ല എന്നൊരു ശുഭകരമല്ലാത്ത വാർത്ത കൂടിയായിരിക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുക്കം വിവരങ്ങൾ വരുമ്പോൾ എസ്തയിലെ പ്ലൂട്ടോണിയം, യുറേനിയം കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതായത് അരക്കിലെ ഈ ന്യൂക്ലിയർ പ്ലാന്റ് അതായത് ആണവായുധം നിർമ്മിക്കാനുള്ള വാട്ടർ റിയാക്ടർ പ്ലാന്റ്, ഒപ്പം എസ്തയിലെ യുറേനിയം, പ്ലൂട്ടോണിയം നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ, അതായത് ഇതെല്ലാം ചേരുമ്പോഴാണ് ആണവ ആയുധം നിർമ്മിക്കാൻ ഒരു രാജ്യത്തിനാകുക. അങ്ങനെ ആയുധം നിർമ്മിക്കാനുള്ള ഓരോ ഘടകങ്ങൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതേസമയം തന്നെ ഇറാൻ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. സൂര്യശ്രീ, ശരി, പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകളാണ് വന്നത്. ഇറാനിലെ അരക് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം വരെയാണ് തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദാണ് വാർത്തകൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.